വാർത്തകൾ തുടരുന്നു. റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇടിവ്. 120 രൂപ കുറഞ്ഞ ഒരു പവൻ സ്വർണത്തിന്റെ വില 65,720 രൂപയായി. ഗ്രാമിന് ആനുപാതികമായി വില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 8,215 രൂപയാണ്. 20-ന് 66,480 രൂപയായി ഉയർന്ന പുതിയ ഉയരം കുറിച്ചതിന് പിന്നാലെ സ്വർണ്ണവില കുറയുകയാണ്. 4 ദിവസത്തിനിടെ 760 രൂപയാണ് കുറഞ്ഞത്. 18-നാണ് സ്വർണ്ണവില ആദ്യമായി 66,000 തൊട്ടത്. ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത്. ജനുവരി 22-നാണ് പവൻ വില ചരിത്രത്തിൽ ആദ്യമായി 60,000 കടന്നത്. ദിവസങ്ങൾക്കകം 64,000 കടന്ന സ്വർണ്ണവില കുതിക്കുന്നതായാണ് പിന്നീട് കണ്ടത്. എടയക്കാട് സമന്വയ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമീണ വായനശാലയിൽ സംവാദവും ആശയ രൂപീകരണ ചർച്ചയും സംഘടിപ്പിച്ചു. മൂക്കന്നൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളായ എടലക്കാട്, കട്ടിങ്, ഒലിവേലി, പൂതംകുറ്റി, അയ്യമ്പുഴ പഞ്ചായത്തിലെ പോർക്കുന്നുപാറ മുതലായ പ്രദേശങ്ങളിലെ രൂക്ഷമായ വന്യമൃഗശല്യത്തിന് കാരണങ്ങളും അതിന് ഗ്രാമവാസികൾക്ക് ചെയ്യാവുന്ന ശാസ്ത്രീയ പരിഹാര മാർഗങ്ങൾ എന്തെന്ന് രൂപപ്പെടുത്തി എടുക്കുന്നതിനുമായിട്ടായിരുന്നു സംവാദവും ആശയ രൂപീകരണ ചർച്ചയും. ധന്യ ജോയ് മോഡറേറ്ററായി ചർച്ചയിൽ പരിസ്ഥിതി പ്രവർത്തകൻ ജയകുമാർ അതിരപ്പള്ളി, കർഷകനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ വർഗീസ് മാണിക്കത്താൻ എന്നിവർ മുഖ്യ സംവാദകരായി. സമിതി പ്രസിഡന്റ് TM യാക്കൂബ് അധ്യക്ഷത വഹിച്ചു. സമിതി സെക്രട്ടറി VG സേതു, വൈസ് പ്രസിഡന്റ് പോളി വെമ്പിൽ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് TM വർഗീസ്, വിവിധ രാഷ്ട്രീയ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിജോ വർഗീസ്, ഡെയ്സി ഉർമീസ്, MC, കൂടാതെ സുനിൽ നാരായണൻ, തോമസ് വാളൂക്കാരൻ, MP സഹദേവൻ, BV ചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ സാജു ഏനായി തുടങ്ങിയവർ ചർച്ചയിൽ സജീവ പങ്കാളികളായി. സമിതി ഭാരവാഹികളായ ഷൈജു രവീന്ദ്രൻ, ലിജോ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി പരിസരവാസികളുടെ വിപുലമായ യോഗം ഏപ്രിൽ മാസത്തിൽ ചേരുന്നതിനും തീരുമാനിച്ചു. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞായറാഴ്ചകൾ വെറുതെ മനസ്സിലേക്ക് പോലായിരുന്നു. അങ്ങനെ കാർമാന്ന് ഉറക്കാനായിട്ട് മാങ്ങുണ്ടാവുന്ന കാലത്ത് വനത്തിനകത്ത് മാങ്ങ ഉറക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരൊക്കെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസരത്തെ കുറിച്ച് അവസരം നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ കാട് സംബന്ധിച്ച് എന്താ കുഴപ്പം? കാട്ടിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പൊ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ കൃഷി ചെയ്യാൻ അവിടെയുള്ള ഈ കൂവയോ ഈ പനമുരുവോ ചപ്പൂരോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഈ കുടികളൊക്കെ വൃത്തിയാക്കാനോട് വെള്ളം ഉണ്ടാക്കാൻ കഴിയും. ഈ നമ്മൾ ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട്. എത്ര വേണമെങ്കിൽ ഞങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണത്. അവിടെ വെള്ളം പോലും ഉണ്ടാവും, തുള്ളി വെള്ളം ഉണ്ടാവും. അതൊക്കെ നടന്നു പോയിട്ടുണ്ടോ? എന്നൊക്കെ നടന്നു പോയിട്ടുണ്ടോ? അതൊക്കെ ആളുകൾ കരിക്ക് പോണവരൊക്കെ കൃത്യമായിട്ട് കല്ലൊക്കെ വെച്ച് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളത് കുഴിയുന്നത്. അപ്പൊ അതൊന്ന് എല്ലാവരും ആലോചിക്കണം. അങ്ങനെ ഒരു സാഹചര്യമുണ്ട് നമുക്ക്. നമ്മുടെ വനസംരക്ഷണ സമിതിയും കൂടി ഇക്കോ ടൂറിസം എന്ന രീതിയിൽ നമ്മൾ ഒലിവേലിച്ചറ തുടങ്ങി ഉളിയാണ്ടൂട് വരെ സന്ദർശിക്കാനും വനത്തിലൂടെ നടക്കാനും ആ ഒരു നല്ലൊരു പദ്ധതി കൂടിയാണ്. നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ പുറമേ ആളുകൾ വരും വനം കാണാനായിട്ട്. വെളുത്തെടുത്ത് നായർ വനിതാ സൊസൈറ്റിയുടെ നേതൃയോഗം സംഘടിപ്പിച്ചു. വെളുത്തെടുത്ത് നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് PK രാജപ്പൻ നായർ ഉദ്ഘാടനം ചെയ്തു. കൊടകരയിൽ നടത്തിയ നേതൃയോഗത്തിൽ ദീപ സുനിൽ അധ്യക്ഷയായി. ജില്ലാ ജനറൽ സെക്രട്ടറി സുബിഷ് സുകുമാരൻ, ഉപദേശക സമിതി അംഗം BR ജയേഷ്, സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സന്നിധരായിരുന്നു. കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം വരും തലമുറയുടെ നാശത്തിലേക്കാണെന്ന് യോഗം വിലയിരുത്തി. മക്കൾക്ക് ലഹരി എന്ന വിപത്തിന്റെ പതിയിരിക്കുന്ന അപകടം ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. വനിതാ സൊസൈറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി നിഷ ജയേഷ്, ട്രഷറർ ബിന്ദിയ സുരേഷ്, VC പുഷ്പ, സന്ധ്യ രവീന്ദ്രൻ, കവിത സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾ സംബന്ധിച്ചു. കേരളത്തിന് വേണ്ടത് വികസന രാഷ്ട്രീയമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൽ വികസന മുരടിപ്പാണ്. കേരളം മാറേണ്ട സമയം അതിക്രമിച്ചു. കേരളം വളരണം, നിക്ഷേപം കൂടണം, നമ്മുടെ യുവാക്കൾക്ക് മികച്ച അവസരം നൽകണം. അതാണ് BJPയുടെ ദൗത്യം. അവസരങ്ങൾ ഇല്ലെങ്കിൽ യുവാക്കൾ നിൽക്കില്ല. വികസന സന്ദേശം ഓരോ വീട്ടിലും എത്തിക്കണം.
എല്ലാ വിഭാഗം ജനങ്ങളുടെയും വികസനമാണ് BJPയുടെ ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ വികസനം വരണമെങ്കിൽ NDA അധികാരത്തിലെത്തണം. വോട്ട് ശതമാനം ഉയർത്തുക എന്നതാണ് ആദ്യ ലക്ഷ്യം. വികസനം വന്നില്ലെങ്കിൽ യുവാക്കൾക്ക് അവസരമില്ലെന്ന് തിരിച്ചറിയണം. നോക്കുകൂലിയുള്ള കേരളമല്ല, നിക്ഷേപവും തൊഴിലുമുള്ള കേരളമാണ് നമുക്ക് വേണ്ടത്. പുതിയ സ്ഥാനലബ്ധിയിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റായി നിയമിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നന്ദി അറിയിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്തുകൊണ്ടാണ് കേരളം പിന്നോട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് കടം വാങ്ങി സർക്കാർ പ്രവർത്തിക്കേണ്ട സ്ഥിതി വന്നത്? എന്തുകൊണ്ട് സംസ്ഥാനത്തെ കുട്ടികൾ ഇവിടെ അവസരം ലഭിക്കാത്തതുകൊണ്ട് പുറത്തുപോയി ജോലി നോക്കുന്നു? എന്തുകൊണ്ട് കേരളത്തിലേക്ക് നിക്ഷേപം വരുന്നില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. നമ്മുടെ കുട്ടികൾക്ക് ജോലിയും മികച്ച ഭാവിയും സൃഷ്ടിക്കണം. ഇതാണ് BJP കേരളയുടെ ദൗത്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബലിദാനികളുടെ സ്മരണയിലായിരിക്കും തന്റെ പ്രവർത്തനം. പാർട്ടിയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായ മുൻ അധ്യക്ഷന്മാരടക്കം മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് പുതിയ ഉത്തരവാദിത്തം ഏറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഏറ്റെടുക്കുന്നു. NDAയെ സംസ്ഥാനത്ത് അധികാരത്തിലെത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് കേന്ദ്ര നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. NDAയെ അധികാരത്തിലെത്തിച്ച ശേഷമേ സംസ്ഥാനത്ത് നിന്നും മടങ്ങിപ്പോകൂ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. LDFന്റെയും UDFന്റെയും വികസന കാഴ്ചപ്പാട് മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചിന്ത കൊണ്ടുവരണം. അത് എല്ലാ വീടുകളിലും എത്തിച്ച് എല്ലാ ആളുകളെയും BJPയുടെ വികസന സങ്കല്പം അറിയിക്കേണ്ടതുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വരും കാലത്ത് ഇന്ത്യ വികസിത ഭാരതമാകും, അതിൽ സംശയമില്ല. അതുപോലെ നമ്മുടെ കേരളവും വികസിത കേരളമാകണം. എല്ലാവർക്കും പുരോഗതി ഉണ്ടാകണം, എല്ലാ സമുദായങ്ങൾക്കും നേട്ടമുണ്ടാകണം എന്നതാണ് BJPയുടെ ദൗത്യം. യുവാക്കൾ തൊഴിൽ തേടി അന്യനാടുകളിലേക്ക് പോയാൽ ഇവിടെ നിക്ഷേപം നടത്താൻ ആർക്കും താല്പര്യമുണ്ടാകില്ല. മാറ്റം കൊണ്ടുവരാൻ NDA കേരളത്തിൽ അധികാരത്തിൽ എത്തേണ്ടതുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിന്റെ പൂർണ്ണ സമയം വികസിത കേരളത്തിനായി സമർപ്പിക്കുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാകുക എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളും പ്രസംഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ആളൂർ സ്വദേശി വട്ടപ്പറമ്പിൽ അമീഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ആളൂർ പെരിങ്ങംകുന്ന് പൊന്മിനിശ്ശേരി 36 വയസ്സുള്ള ജിൻഡോ ജോണിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കേസിലെ പ്രതികളായ പുലിപ്പാറക്കുന്ന് പൂവത്തിക്കര വീട്ടിൽ വലിയ മല്ലു എന്ന മിഥുൻ, അനുജൻ കുഞ്ഞുമല്ലു എന്ന അരുൺ, ആളൂർ സ്വദേശി കൈനാടത്തുപറമ്പിൽ ജെനിൽ, ആളൂർ ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിഖ് എന്നിവരെ കൃത്യം നടന്ന സ്ഥലത്തേക്ക് വാഹനത്തിൽ എത്തിക്കുകയും കൃത്യത്തിന് ശേഷം ഒളിവിൽ പോകാൻ സഹായിക്കുകയും ചെയ്തതിനാണ് ജിൻഡോയെ പിടികൂടിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. ആളൂർ സ്വദേശി വട്ടപ്പറമ്പിൽ അമീഷിന്റെ വീട്ടിലേക്ക് 4 പേർ കൊടുവാളും ഇരുമ്പ് പൈപ്പുമായി അതിക്രമിച്ചു കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അമീഷിനെ വെട്ടുകയായിരുന്നു. ഇത് തടയാൻ ചെന്ന അമീഷിന്റെ ചേട്ടൻ അജീഷിന്റെ ഇടത് കൈക്ക് വെട്ടേറ്റ് 2 വിരലുകൾ അറ്റുപോയി ഗുരുതര പരിക്കേൽക്കുകയും അമീഷിനെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അമീഷിനോട് ചെറിയ മല്ലു എന്ന് വിളിക്കുന്ന അരുൺ പണം കടം ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് ഇവർ അമീഷിനെയും സഹോദരനെയും ആക്രമിച്ചത്. ഈ കേസിലെ പ്രതികളായ പുലിപ്പാറക്കുന്ന് പൂവത്തിക്കര വീട്ടിൽ വലിയ മല്ലു എന്ന മിഥുൻ, ഇയാളുടെ അനുജൻ കുഞ്ഞുമല്ലു എന്ന അരുൺ, ആളൂർ സ്വദേശി കൈനാടത്തുപറമ്പിൽ ജെനിൽ, ആളൂർ ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിഖ് എന്നിവരെ നേരത്തെ തന്നെ പിടികൂടിയിരുന്നു. ഇവർ ഇപ്പോൾ ജയിലിലാണ്. ജിൻഡോ ആളൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയാണ്. ജിൻഡോ 2017 ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ചാ കേസും 2 വധശ്രമ കേസും, കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ചാ കേസും, 2021 ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ സ്ത്രീയെ ആക്രമിച്ചതിനുള്ള കേസും, 2023 മാള പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും അടക്കം 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KM ബിനീഷ്, SI സുരേന്ദ്രൻ, CPMമാരായ ജിബിൻ വിലഹരി എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 20 ഗ്രാം MDMA-യുമായി യുവതിയടക്കം 3 പേർ പോലീസ് പിടിയിൽ. പെരുമ്പാവൂർ കാരാട്ടുപള്ളിക്കര വയൽത്തറ വീട്ടിൽ 29 വയസ്സുള്ള സ്വാതി കൃഷ്ണ, കാരാട്ടുപള്ളിക്കര പഴവേലിക്കകത്ത് 28 വയസ്സുള്ള ഐശ്വര്യൻ ദിനേശൻ, മാവൻകുടി വീട്ടിൽ 31 വയസ്സുള്ള വിഷ്ണുചന്ദ്രൻ എന്നിവരെയാണ് റൂറൽ ജില്ലാ ഡാൻഡാഫും അങ്കമാലി പോലീസും ചേർന്ന് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്നേസയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാതയിൽ കരയാപ്പറമ്പിൽ നിന്നുമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ബംഗളൂരുവിൽ നിന്നും കാറിൽ പ്രത്യേക അറയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു രാസലഹരി. പോലീസ് കൈകാണിച്ചു നിർത്താതെ പോയി വാഹനം പിന്തുടർന്നാണ് പിടികൂടിയത്. വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടാനും ശ്രമമുണ്ടായി. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിൽ വിൽപ്പന നടത്താനാണ് രാസലഹരി എത്തിച്ചത്. സ്വാതി കൃഷ്ണൻ നേരത്തെ MDMA കടത്തിയ കേസിലെ പ്രതിയാണ്. ഇവരിൽ നിന്ന്
രാസലഹരി വാങ്ങുന്നവരെ കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരുന്നു. ഡിവൈഎസ്പിമാരായ ടി.ആർ. രാജേഷ്, ഉമേഷ് കുമാർ, SI-മാരായ കെ. പ്രദീപ് കുമാർ, അജിത്, ബൈജുകുട്ടൻ, സീനിയർ CPO-മാരായ MR മിഥുൻ, അജിത തിലകൻ, AB സുരേന്ദ്രൻ, ഡാൻസം ടീം എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കഞ്ചാവ് മിഠായികളുമായി 2 പേരെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. കോടാലി സ്വദേശികളായ പോക്കാക്കില്ലത്ത് വീട്ടിൽ 38 വയസ്സുള്ള സെയ്ദി, താനത്തുപറമ്പിലെ 22 വയസ്സുള്ള അർഷാദ് എന്നിവരെയാണ് നിരോധിത മയക്കുമരുന്നിനത്തിൽപ്പെട്ട 9 പാക്കറ്റ് കഞ്ചാവ് മിഠായിയുമായി പിടികൂടിയത്. വെള്ളിക്കുളങ്ങര SHO കെ. കൃഷ്ണൻ, ASI സതീഷ്, ഹോംഗാർഡ് പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ജർമ്മൻ A1 ലെവൽ, ഫ്രഞ്ച് A1 ലെവൽ എന്നീ കോഴ്സുകൾ ഓൺലൈനായി നടത്തുന്നു. ഏപ്രിൽ 3 ആരംഭിക്കുന്ന കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫോൺ 9495 069307 8547 005046 9526747283. ഇലിഞ്ഞിപ്പുറ കവലക്കാട്ട് വടക്കുംപാടൻ പകലൂസ് ഭാര്യ അന്നം നിരാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചവലക്കുടി വെട്ടുകടവ് കപ്പേളയ്ക്ക് സമീപം ഇടമറ്റത്തിൽ ചെങ്ങിനിമറ്റം ചാപ്പുണ്ണി മകൻ ജോസ് നിരാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊരട്ടി പഞ്ചായത്തിലെ 3-ാം വാർഡ് പാറക്കൂട്ടത്തെയും ജനകീയ വായനശാലയെയും ഹരിത വാർഡായും ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് മായം കലർന്ന വെളിച്ചെണ്ണ വിപണിയിലെന്ന് മുന്നറിയിപ്പ്. റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറിയ സ്വർണ്ണവിലയിൽ ഇടിവ്. എടലക്കാട് സമന്വയ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമീണ വായനശാലയിൽ സംവാദവും ആശയ രൂപീകരണ ചർച്ചയും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.